വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേതാമസ് ആണ്. അപ്പൊ നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങ് അടുത്തെത്തി. നമ്മൾ കുറെ ആയി കാത്തിരിക്കുന്നു. നമ്മുടെ റിവിഷൻസും അതേപോലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഈ ഒരു സമയത്ത്. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ മിനി മാരത്തോൺ ഒക്കെ നമ്മുടെ ചാനൽ ഇതാ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ മാത്സിലെ ഒരു ഇമ്പോർട്ടന്റ് ചോദ്യമായിട്ട് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് പഠിച്ചിരിക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് നോക്കാം അല്ലെ മക്കളെ. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിളിലെ എന്താണ് നമുക്ക് തന്നിരിക്കുന്ന വിവരങ്ങൾ എന്ന് നമുക്ക് വായിച്ചു നോക്കാം. സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ഷോർട്ട് പുട്ട് മത്സരത്തിൽ 5 കുട്ടികൾ എറിഞ്ഞ ദൂരമാണ് പട്ടികയിൽ തന്നിരിക്കുന്നത്. നമ്മുടെ ഷോർട്ട് പുട്ടിന് മത്സരിച്ച ഒരു 5 പേരുണ്ട്. ആരൊക്കെയാണ്? അനൂപ്, ജാബിർ, ജോൺ, പ്രദീപ്, ടി മുഹമ്മദ്. ഇവരൊക്കെയാണ് നമ്മുടെ ഷോർട്ട് പുട്ടിന് മത്സരിച്ച്. അവര് എറിഞ്ഞ ദൂരവും നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ്? 6.5 മീറ്റർ, 4.86 മീറ്റർ, 6.35 മീറ്റർ, 5.35 മീറ്റർ, 6.5 മീറ്റർ. ഇതൊക്കെയാണ് അവര് എറിഞ്ഞ ദൂരങ്ങൾ. ഇനി നമ്മളോട് ചോദിച്ച ഒരു ചോദ്യങ്ങളുണ്ട്, ഒരു 3-4 ചോദ്യങ്ങളുണ്ട്. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു എക്സസൈസ് കംപ്ലീറ്റ് ആയി കിട്ടും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവർ ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയത് ആരാണ്? ഹു ഗോട്ട് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ ദിസ് കോമ്പറ്റീഷൻ. ഈ ഒരു ഷോർട്ട് പുട്ട് മത്സരത്തിൽ ഫസ്റ്റ് കിട്ടുക എന്ന് പറയുന്നത് എന്താണ്? ഏറ്റവും കൂടുതൽ ദൂരം ആരാണ് എറിഞ്ഞത് അവർക്കായിരിക്കും ഫസ്റ്റ് കിട്ടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ഈ കൂട്ടത്തിൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് 6 വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കി വെക്കുക. അപ്പൊ ഇവര് 3 പേരുമാണ്, അനൂപ്, ജോൺ, ടി മുഹമ്മദ്. ഇതിൽ 3 പേരിൽ ആർക്കും ഒരാൾക്കാണ് ഫസ്റ്റ് കിട്ടിയത് എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു തീരുമാനം. ഇങ്ങനെ നിങ്ങൾ നോക്കാട്ടോ. ഇങ്ങനെ നോക്കിയാലേ നിങ്ങൾ ശരിയായ ആൻസറിലേക്ക് എത്താനുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ 6.05 ഉണ്ട്, 6.35 ഉണ്ട്, 6.5 ഉണ്ട്. അപ്പൊ മക്കളെ ഇത് 3 എടുത്ത് നോക്കിക്കഴിഞ്ഞാല് നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമ്മൾ വിചാരിക്കുക ജോൺ അല്ലേ വിന്നർ, 6.35 മീറ്റർ അല്ലേ എന്ന് വിചാരിക്കും. എന്നാലല്ല, ഇവിടെ ഒരു ചെറിയ ട്രിക്ക് ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കേ, 6.05, 6.35, ഇവിടെയോ 6.50 ആണ് കേട്ടോ. 6.50. ഇപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കിക്കേ, 6.5 എന്ന് പറയുന്നത് യെസ് ഏറ്റവും കൂടുതൽ ഏതാടാ? യെസ് ഇതാണ്, നമ്മുടെ 6.5 ആണ്. അതായത് ടി മുഹമ്മദ് ആണ് നമ്മുടെ വിന്നർ എന്ന് പറയുന്നത്. ടി മുഹമ്മദ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തീരെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല. ഇത് ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് എന്റെ മക്കൾ സെറ്റ് ആയിട്ട് ചെയ്യണം. ഓക്കെ. അപ്പോ ഈ ഒരു ഡെസിമൽസ് നോക്കിയിട്ട് ഏതാണ് വലുത് ഏതാണ് ചെറുത് എന്ന് പറയുന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ അല്ലേ? അങ്ങനെയെങ്കിൽ ഇതിന്റെ 2ാമത്തെ ചോദ്യം എന്താണ് എന്ന് നമുക്ക് വായിച്ചു നോക്കാം. How much distance did John throw more than Jabir? ജാബിറിനേക്കാൾ എത്ര ദൂരം ജോൺ എറിഞ്ഞു? ജാബിറിനേക്കാൾ എത്ര ദൂരമാണ് ജോൺ എറിഞ്ഞത് എന്നാ ചോദിച്ചത്. അപ്പൊ ജോണിന്റെയും ജാബിറിന്റെയും ദൂരം നമ്മൾ എടുത്തു. എത്രയൊക്കെയാണ് ദൂരം? 6.35 മീറ്റർ ഉണ്ട്, 4.86 മീറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ ഏതൊക്കെയാണ് നമ്മുടെ ദൂരം എന്ന് പറയുന്നത്? 6.35 മീറ്റർ ഉണ്ട്, 4.86 മീറ്റർ ഉണ്ട്. ഇത് രണ്ടും മൈനസ് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ആൻസർ കിട്ടി. അപ്പൊ എത്രയാണ് വരിക? ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും അല്ലെ, 15 കിട്ടും. പിന്നെ ഇവിടെ നമുക്ക് മൈനസ് ചെയ്താലോ, ഇവിടെ നമുക്ക് 2 പോയി 12 ആവും. ഇവിടെ എന്ത് വരും? 5 വരും. എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? നമ്മുടെ ആൻസർ കിട്ടും. സോ 15-ൽ നിന്ന് 6 പോയി കഴിഞ്ഞാൽ നമുക്ക് 9 കിട്ടും. ഇവിടെയോ 12 - 8 എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെ പോയിന്റ് വരും. ഇവിടെ 1.49 മീറ്റർ, 1.49 മീറ്റർ ആണ് കൂടുതൽ എറിഞ്ഞത് അല്ലെ. അപ്പൊ നമ്മളോട് ചോദിച്ചതെന്ന് പറയുന്നത് ഹൗ മച്ച് ഡിസ്റ്റൻസ് ജോൺ ത്രോ മോർ ദാൻ ജാബിർ. ജാബിറിനെക്കാളും എത്ര ദൂരം കൂടുതലാണ് ജോൺ എറിഞ്ഞതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. അതായത് 1.49 മീറ്റർ ആണ് കൂടുതൽ എറിഞ്ഞിട്ടുള്ളത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. സെറ്റ് അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ഡിസ്റ്റൻസ് ആസ് ഗിവൺ ഇൻ ദ ടേബിൾ ഇൻ അസെൻഡിങ് ഓർഡർ. മക്കളെ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാനാണ് കേട്ടോ. അപ്പൊ ഏറ്റവും ചെറുതായിട്ട് ആരാണോ എറിഞ്ഞത് അതാണ് നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത്. അപ്പൊ 6, 4, 6, 5, 6 ഉറപ്പായിട്ടും 4.86 അല്ലെ. അതായത് ജാബിർ ആണ് ഫസ്റ്റ് വരുന്നത്. 4.86 മീറ്റർ ആണ് നമുക്ക് ഫസ്റ്റ് വരുന്നത്. ഇനി സെക്കൻഡ് വരുന്നത് ഏതാടാ? സെക്കൻഡ് വരുന്നത് ദാ ഇവിടെ 5.35 ആണ്. നമ്മുടെ പ്രദീപ് ആണ് സെക്കൻഡ് വന്നിട്ടുള്ളത്. 5.35 മീറ്റർ ആണ്. തേർഡ് വരുന്നത് ആരാണ്? 6.05 ഉണ്ട്, 6.35 ഉണ്ട്, 6.5 ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം 6.05 മീറ്റർ ആണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 6.35 മീറ്റർ ആണ്. പിന്നെയോ ലാസ്റ്റ് ആണ് നമ്മുടെ 6.5 മീറ്റർ വരുന്നത്. സെറ്റ് അല്ലേ? ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് കൂടുതലും എക്സാമിന് ഉണ്ടാവുക കേട്ടോ. ഇതേപോലെ ടേബിൾ വന്നിട്ട് 2 3 ചോദ്യങ്ങളായിട്ട് നിങ്ങളോട് ചോദിക്കും എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യം ചോദിക്കുന്ന ചോദ്യങ്ങൾ വരും. അപ്പൊ ഇങ്ങനത്തെ ചോദ്യങ്ങളായിരിക്കും കൂടുതലും നിങ്ങൾക്ക് ഉണ്ടാവുക. അപ്പൊ ഈ കാര്യം ആരും മറന്നു പോകണ്ട. അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ഈ ചാപ്റ്ററും
അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഇതേപോലത്തെ കുറച്ച് ചോദ്യങ്ങൾ തരുന്ന ഒരു ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു മിനി മാരത്തോൺ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണാത്തവരുണ്ടെങ്കിൽ വേഗം പോയിട്ട് ആ ഒരു ലൈവ് ഒന്ന് കാണാം. ലൈവിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്നുകൂടെ പഠിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, സെറ്റായിട്ട് എവിടെയാണ് നിങ്ങൾ സ്റ്റക്ക് ആയി പോകുന്നത് അവിടെ മാത്രം നിങ്ങൾ ഹെൽപ്പ് നേടുക, ബാക്കിയെല്ലാം നിങ്ങൾ സ്വന്തം ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ചെയ്യാന്നുള്ള കാര്യം. സോ യെസ്, ഇനി ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ എൻ ഗെയിം ബാച്ചിലെ നമ്മുടെ വജ്രയുടെ എൻ ഗെയിം ബാച്ചിനെ പറ്റി മിസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബാച്ചിലേക്കുള്ള ലാസ്റ്റ് ഡേ ആണ്, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേ ആണ് ഇന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞതിന് ശേഷം എത്രയും വേഗം താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതായിരിക്കും. മക്കളെ, എന്തൊക്കെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് നമ്മൾ പറഞ്ഞു തന്നതാണ് ഓൾറെഡി. ലൈവും റെക്കോർഡഡ് സെഷൻസും അതുകൂടാതെ നമ്മൾ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മുടെ റിവിഷൻ ബാച്ചസിലേക്കാണ് അല്ലെ, നമ്മുടെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്, നമ്മുടെ അക്കാഡമിക് ഇയറിന്റെ എൻഡിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മളിനി 7ാം ക്ലാസ്സിലേക്ക് പോകാൻ പോകുന്ന കുട്ടികളാണ്. 7ാം ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നമ്മൾ USS ആണ് നേരിടാൻ പോകുന്ന ഒരു സാധനം. അപ്പൊ ഈ USSനും ഒക്കെ തന്നെ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 6ലെയും 5ലെയും ഒക്കെ പോർഷൻസ് ഒക്കെ നമ്മൾ ബേസ് ആയിട്ട് പഠിച്ച് നല്ല സ്ട്രോങ് ആണെങ്കിൽ മാത്രമേ നമുക്ക് USSലെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന കാര്യം നല്ല അടിപൊളിയായിട്ട് പഠിക്കുക, അതിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ സെറ്റ് ആക്കുക. സൂപ്പർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബാച്ചിൽ കയറി നിങ്ങൾക്ക് എല്ലാ കാര്യവും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് USSഉം 7ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിനും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ സൈലം തരുന്ന ഒരു ഉറപ്പാണ്. അപ്പൊ മക്കളെ, എത്രയും വേഗം ഈ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക എന്നാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും, മിസ് ഇത്രയും പോർഷൻസ് കഴിഞ്ഞില്ലേ, ഇനി ഞങ്ങൾക്ക് ഫസ്റ്റ് മുതലുള്ളത് കിട്ടും, കാരണം ആനുവൽ എക്സാമിന് ആദ്യം മുതലേ നമുക്ക് പോർഷൻസ് ഇല്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആദ്യം മുതലേ ഉള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ചാപ്റ്റേഴ്സ് ലൈവ് സെഷൻ ഉണ്ടാകും, റെക്കോർഡഡ് സെഷൻസ് ഉണ്ടാകും. അത് കൂടാതെ തന്നെ നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻസ് ഇപ്പൊ ഇതാ പാറ്റേൺസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ടെക്സ്റ്റ് ബുക്ക് മാറിയ ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ അതിന്റെ കൺഫ്യൂഷൻസ് എന്റെ മക്കൾക്ക് ഉണ്ടാകും. അപ്പൊ യാതൊരു വിധ പേടിയും ഒരു കൺഫ്യൂഷനും ടെൻഷനും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. കാരണം നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ മോഡൽ എക്സാമിനേഷൻസ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ മെയിൻ ആയിട്ടുള്ള എക്സാം എഴുതാൻ പോകുന്നുണ്ടാവുക കേട്ടോ. അപ്പോ സെറ്റ് ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്, ലിമിറ്റഡ് സ്ലോട്ട്സ് മാത്രമേ നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ഉള്ളൂ എന്നുള്ള കാര്യം മിസ് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ യെസ്, താങ്ക് യു സോ മച്ച്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വീണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ആൻഡ് ടാറ്റ.